ഡിയർ സ്റ്റുഡൻസ്, ഇത് നമ്മളുടെ ഫോർത്ത് പ്രോഗ്രാമാണ്. പാലൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള, അതായത് നമ്മളൊരു സംഖ്യ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സംഖ്യ പാലൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു പ്രോഗ്രാം. ഇനി പാലൻഡ്രോം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ 121 എന്ന് പറഞ്ഞൊരു സംഖ്യ എടുക്കുകയാണെങ്കിൽ അതൊരു സംഖ്യയാണ്, n എന്ന് പറഞ്ഞൊരു സംഖ്യ. അപ്പോൾ അതിനെ നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഈ 121നെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടുന്നത് 121. അപ്പോൾ ഒറിജിനൽ നമ്പർ 121 ആണ്, അത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ് 121. അങ്ങനത്തെ സംഖ്യകളെയാണ് നമ്മൾ പാലൻഡ്രോം എന്ന് പറയുന്നത്. ഇപ്പോൾ വേറൊരു ഫോർ എക്സാമ്പിൾ 145 എന്ന് പറയുന്ന സംഖ്യ, ഇതിൻ്റെ റിവേഴ്സ് നമ്പർ എത്രയാണ് 541. സോ ഇൻപുട്ട് ചെയ്ത സംഖ്യ 145, പക്ഷേ റിവേഴ്സ് ചെയ്ത് കിട്ടുമ്പം വേറൊരു സംഖ്യയാണ്. സോ അത് രണ്ടും സെയിം അല്ല. അപ്പം 145 എന്ന് പറഞ്ഞ സംഖ്യനെ നമുക്ക് പാലൻഡ്രോം എന്ന് വിളിക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറൊരു സംഖ്യ എടുക്കുകയാണെങ്കിൽ 111, ഇത് തിരിച്ചിട്ടാലും എത്ര തന്നെ ആയിരിക്കും 111 തന്നെ. സോ 111 എന്ന് പറഞ്ഞ സംഖ്യനെ പാലൻഡ്രോം നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ അതെൻ്റെ പ്രോഗ്രാം, നമ്മളൊരു സംഖ്യ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാലൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഫോർത്ത് പ്രോഗ്രാമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നൊരു വിധം എന്ന് വെച്ചാൽ, നമ്മളൊരു സംഖ്യ ഇൻപുട്ട് ചെയ്യുന്നു, ആ സംഖ്യ ഇൻപുട്ട് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യുന്നത് നമ്മിലായിരിക്കും. ഓക്കെ, ഇനി ഈ നമ്മിൻ്റെ വാല്യൂ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് അത് വേറൊരു വാല്യൂയിലോട്ട് എത്തിപ്പെടുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് നമ്മിൻ്റെ വാല്യൂ മാറിപ്പോകുന്നുണ്ട്. നമുക്ക് ഒറിജിനൽ വാല്യൂ, നമ്മൾ ആദ്യമേ ഇനീഷ്യലി ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ നമുക്ക് സൂക്ഷിച്ചു വെക്കണം. അതുകൊണ്ട് അത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിളാണ് n. അപ്പോൾ ഈ എന്നിലായിരിക്കും നമ്മൾ എന്ത് സൂക്ഷിച്ചു വെക്കുന്നത്, നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന നമ്മിൻ്റെ വാല്യൂ സൂക്ഷിച്ചു വെക്കണം. അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, ലാസ്റ്റ് നമുക്ക് റിവേഴ്സ് ചെയ്ത് കിട്ടുന്ന ഡിജിറ്റും ഒറിജിനൽ സംഖ്യയും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ. അതുപോലെയുള്ള പാലൻഡ്രോം ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ n എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിജിറ്റ് എന്ന് വെച്ചാൽ റിമൈൻഡർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും, റിവേഴ്സ് എന്ന് വെച്ചാൽ REV എന്ന് വെച്ചാൽ നമ്മളുടെ കൊടുക്കുന്ന സംഖ്യേനെ റിവേഴ്സ് ചെയ്ത് കെട്ടി സൂക്ഷിക്കുന്ന ഒരു വേരിയബിളാണ് REV. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ വാല്യൂ നമ്മൾ 0 ആയിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം തുടങ്ങുകയാണ്, ആദ്യമേ എല്ലാം ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഡിക്ലെയർ ചെയ്യുന്ന എന്തൊക്കെയായിരിക്കും, നമ്മളുടെ നമ്പർ ഇൻപുട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ വാല്യൂ ഒന്ന് സൂക്ഷിച്ച് വെക്കാനായിട്ട് n, പിന്നെ റിമൈൻഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഡിജിറ്റ്, പിന്നെ റിവേഴ്സ് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് റിവേഴ്സ്. അപ്പോൾ ആദ്യമേ നമ്മളൊരു പോസിറ്റീവ് നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നു, അതെവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്, നമ്മിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, നമ്മി സ്റ്റോർ ചെയ്തതിന് ശേഷം ഇനി എന്ത് ചെയ്യണം, അതൊന്ന് സൂക്ഷിച്ച് വെക്കണം. അപ്പം നമ്മിൻ്റെ വാല്യൂ എടുത്ത് നമ്മളെവിടെ വെക്കും, എന്നിൽ വെക്കും. ഇനി ഈ നമ്മൾ ഇൻപുട്ട് ചെയ്ത നമ്മിൻ്റെ വാല്യൂ നമ്മൾ ഒന്ന് പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. അപ്പം നമ്മിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആകുന്നവരെ നമുക്ക് കുറച്ച് പ്രോസസ്സിങ് കിടക്കുന്നുണ്ട്. ആ പ്രോസസ്സിങ് 3 സ്റ്റെപ്പാണ്. ഇനി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ 121 എന്ന് പറഞ്ഞൊരു സംഖ്യയാണ് കൊടുക്കുന്നതെങ്കിൽ, ഈ 121നെ തിരിച്ചിടുമ്പോഴും നമുക്ക് എത്ര കിട്ടുന്നത് 121 അല്ലേ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ്സ് പ്ലേസ്, ഹൺഡ്രഡ്സ് പ്ലേസ്, ടെൻസ് പ്ലേസ് ഇതൊക്കെ മാറും. അപ്പോൾ മാറുമ്പോഴും നമുക്കത് ആഡ് ചെയ്തിട്ട് സെയിം സംഖ്യ കിട്ടുവാണെങ്കിൽ അതൊരു പാലൻഡ്രോം ആയിരിക്കും. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ പ്ലേസും, അതായത് യൂണിറ്റ്സ് പ്ലേസിലുള്ള ഡിജിറ്റ്, ടെൻസ് പ്ലേസിലുള്ള ഡിജിറ്റ്, ഹൺഡ്രഡ്സ് പ്ലേസിലുള്ള ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെർസെൻറ്റേജ് റിമൈൻഡർ കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ റിവേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പ്ലേസ് വാല്യൂ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ റിവേഴ്സിൻ്റെ സ്റ്റെപ്പാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മളുടെ റിമൈൻഡർ അതായത് ഓരോ പ്ലേസ് വാല്യൂ എടുക്കണം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കോഷ്യൻറ്റും കൂടെ കണ്ടുപിടിക്കുകയാണ്. അതപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് ഈ 3 സ്റ്റെപ്പും മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ തൽക്കാലം ഈ 3 സ്റ്റെപ്പിൻ്റെ ആവശ്യം എന്താണെന്ന് മാത്രം മനസ്സിലാക്കുക.
ആദ്യത്തെ ഇതെന്ന് വെച്ചാൽ റിമൈൻഡർ കണ്ടുപിടിക്കണം. റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെർസെൻറ്റേജ് സിമ്പിൾ. റിമൈൻഡർ കണ്ടുപിടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം 121-ൽ ഓരോ ഡിജിറ്റും ഓരോ പ്ലേസ് വാല്യൂവിലുള്ള ഡിജിറ്റ് 1, 2, 1 അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിജിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ റിവേഴ്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു റിവേഴ്സിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഓരോ പ്രാവശ്യം ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് num/10 ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ %10 ചെയ്യുമ്പം അതൊരു വേറെ വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് ഡിജിറ്റ്. ആ ഡിജിറ്റ് ആയിരിക്കും ഇവിടെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വീണ്ടും നമ്മൾ num/10 ആണ്. ഇവിടെ പെർസെൻറ്റേജ് റിമൈൻഡർ കാണാൻ ഇവിടെ കോഷ്യൻ്റ് ആണ് കാണുന്നത്. ഈ num/10 ചെയ്യുന്ന എവിടെ തന്നെ വേണം സ്റ്റോർ ചെയ്യാൻ, നമ്മിൽ തന്നെ വേണം സ്റ്റോർ ചെയ്യാൻ. കാരണം ഡിജിറ്റ് ചെറുതായി വരണം, എന്നാലേ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടത്തുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ num>0 ആകുന്നവരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. എപ്പോഴാണോ നമ്മിൻ്റെ വാല്യൂ 0-യോ 0-നെയും കാട്ടി ചെറുതായി കഴിഞ്ഞാൽ ഉടനെ ഈ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്ത് വരും. എന്നിട്ട് എന്ത് പ്രിൻ്റ് ചെയ്യും? റിവേഴ്സ് നമ്പർ പ്രിൻ്റ് ചെയ്യും. പിന്നെ പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ നമ്മളുടെ ഈ റിവേഴ്സ് ചെയ്ത സംഖ്യയും നമ്മളൊരു താൽക്കാലികമായിട്ട് എന്നിൽ സൂക്ഷിച്ചു വെച്ചില്ലേ ഒറിജിനൽ നമ്പർ, അത് രണ്ടും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം. സെയിം ആണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ ദ നമ്പർ ഇസ് പാലിൻഡ്രോം ഔട്ട്പുട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ദ നമ്പർ ഇസ് നോട്ട് പാലിൻഡ്രോം എന്ന് ഔട്ട്പുട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ അകത്ത് നടക്കുന്ന വർക്കിംഗ് ഒന്ന് ഞാൻ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കും. അപ്പം ഞാനിതൊന്ന് കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, അതിനുശേഷം റൺ ചെയ്തു. റൺ ചെയ്യുമ്പം ഒരു പോസിറ്റീവ് നമ്പർ ഇൻപുട്ട് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഒരു ഇതില്ല, ഔട്ട്പുട്ട്, അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ C/num. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്ന സംഖ്യ 121 എന്നാണ്. അപ്പോൾ എന്താ ശരി, സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? ഈ 121 എന്ന് പറഞ്ഞ വാല്യൂ എന്നിൽ സ്റ്റോർ ചെയ്യും. ഇനി num>0, അതായത് 121 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ 3 സ്റ്റെപ്പ് ചെയ്യണം. ഓക്കെ, ഈ 3 സ്റ്റെപ്പ് ചെയ്യുന്ന വർക്കിംഗ് ഞാൻ അടുത്ത ഇതിൽ കാണിക്കുന്നതായിരിക്കും, അടുത്ത ഒരു വൈറ്റ് ബോർഡിൽ കാണിക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെ ചെക്ക് ചെയ്ത് ലാസ്റ്റ് നമുക്ക് റിവേഴ്സ് ചെയ്ത സംഖ്യ കിട്ടും. ആ റിവേഴ്സ് ചെയ്ത സംഖ്യ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. പിന്നെ നമ്മൾ ഇൻപുട്ട് ചെയ്ത എന്നിൻ്റെ വാല്യൂ, അതായത് നമ്മിൻ്റെ വാല്യൂ 121 ഈക്വൽ ടു റിവേഴ്സ് ചെയ്ത കിട്ടിയ വാല്യൂ ആണെങ്കിൽ നമ്പർ ഇസ് പാലിൻഡ്രോം. അപ്പോൾ 121 റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, റിവേഴ്സ് നമ്പർ ഇസ് എന്താണ്? 121. അതുകൊണ്ട് ദ നമ്പർ ഇസ് പാലിൻഡ്രോം എന്ന മെസ്സേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വേറൊരു സംഖ്യ കൊടുത്തു നോക്കാം. നമ്മളിപ്പം 145 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു ലൂപ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് കിട്ടും. ആ റിവേഴ്സ് ചെയ്ത നമ്പർ എന്തായിരിക്കും? 541. അപ്പോൾ എന്താണ്? n ഈക്വൽ ടു റിവേഴ്സ് ആണോ? അല്ലാത്തതുകൊണ്ട് എന്ത് മെസ്സേജ് പ്രിൻ്റ് ചെയ്യണം? ദ നമ്പർ ഇസ് നോട്ട് എ പാലിൻഡ്രോം. അപ്പോൾ ഇവിടെ ദ നമ്പർ ഇസ് നോട്ട് എ പാലിൻഡ്രോം എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മിൻ്റെ വാല്യൂ, ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ നമ്മിൻ്റെ വാല്യൂ എത്ര കൊടുത്ത്? 121. എന്നിട്ട് അത് താൽക്കാലികമായിട്ട് എന്നിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? num>0 ആണെന്ന് ചെക്ക് ചെയ്തില്ലേ? അപ്പോൾ 121 0 ആണല്ലോ. ആണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ഡിജിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? 121%10 എന്ന് വെച്ചാൽ റിമൈൻഡർ എടുക്കണം. 121-നെ 10 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും. ഇനി എന്ത് ചെയ്യണം? റിവേഴ്സ് ഇസ് ഈക്വൽ ടു റിവേഴ്സ് ഇൻറ്റു 10. റിവേഴ്സിൻ്റെ ഇനീഷ്യൽ വാല്യൂ എത്രയായിരുന്നു? 0 ആണെന്ന് നമുക്ക് പ്രോഗ്രാമിൽ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, റിവേഴ്സിൻ്റെ ഇനീഷ്യൽ വാല്യൂ ഇതുണ്ടോ? റിവേഴ്സിൻ്റെ ഇനീഷ്യൽ വാല്യൂ 0 എന്ന് സെറ്റ് ചെയ്തിട്ടില്ലേ? അപ്പോൾ ആ റിവേഴ്സിൻ്റെ ഇനീഷ്യൽ വാല്യൂ 0 എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. 0 × 10 0 പ്ലസ് ഡിജിറ്റ് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിജിറ്റ് എത്ര? 1. 0 + 1 എത്ര കിട്ടി? 1. ഇനി എന്ത് ചെയ്യണം? num is equal to num/10, അതായത് കോഷ്യൻ്റ് എടുക്കണം. അപ്പോൾ നം ഇപ്പോൾ എത്രയാണ്? 121 തന്നെയാണ്. 121 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ കോഷ്യൻ്റ് എത്ര കിട്ടുന്നത്? 12.
ഇനി നമ്മൾ ഈ വൈൽ ലൂപ്പിലായതുകൊണ്ട് ഇവിടെ എന്ത് ചെക്ക് ചെയ്യും? നം ഗ്രേറ്റർ ദാൻ 0 ആണോ? ഇപ്പോൾ നമ്മളുടെ നം എത്ര? 12 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വീണ്ടും ഈ സ്റ്റെപ്പ് ചെയ്യണം. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? ഡിജിറ്റ് ഇസ് ഈക്വൽ ടു ഇപ്പോഴത്തെ നമ്മിൻ്റെ വാല്യൂ എത്ര? 12 അല്ലേ? 12% 10 ചെയ്യുന്നു. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടും? 2. ഇനി എന്താ ചെയ്യുന്നത്? റിവേഴ്സ് ഇൻറ്റു 10. ഇപ്പോഴത്തെ റിവേഴ്സിൻ്റെ വാല്യൂ എത്ര? 1 ആണ്. 1 ഇൻറ്റു 10 10 പ്ലസ് 2 12 കിട്ടി. ഇനി നം ഇസ് ഈക്വൽ ടു നമ്മളുടെ ഇപ്പോഴത്തെ നമ്മിൻ്റെ വാല്യൂ 12 അല്ലേ? 12/10 ഈക്വൽ ടു കോഷ്യൻ്റ് എത്ര കിട്ടുന്നത്? 1. ഇനി ഈ നം ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ ഇപ്പോഴും. 1 ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഈ 3 സ്റ്റെപ്പ് ചെയ്യണം. ഇപ്പം നമ്മിൻ്റെ വാല്യൂ എത്ര ആയിട്ട് മാറിയിട്ടുണ്ട്? 1% 10 ചെയ്താൽ റിമൈൻഡർ എത്ര ആയിരിക്കും കിട്ടുന്നത്? 1. റിവേഴ്സ് ഇൻറ്റു 10. ഇപ്പോഴത്തെ റിവേഴ്സിൻ്റെ വാല്യൂ എത്ര? 12. 12 ഇൻറ്റു 10 120 പ്ലസ് 1 121. ഇനി നം സ്ലാഷ് 10 അതായത് 1. നമ്മിൻ്റെ വാല്യൂ 1 ആണല്ലോ. 1/10 ചെയ്ത് കഴിഞ്ഞാൽ കോഷ്യൻ്റ് 0. അപ്പോൾ വീണ്ടും ചെക്ക് ചെയ്യും നം ഗ്രേറ്റർ ദാൻ 0 ആണോ? അപ്പം നം 0 അല്ലേ? 0 ഗ്രേറ്റർ ദാൻ 0 ആണോ? അല്ല. അല്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കും? അത് എക്സിറ്റ് ആവും. എന്നിട്ട് ദ റിവേഴ്സ് ഓഫ് ദ നമ്പർ ഇസ് REV. റിവേഴ്സിന് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ റിവേഴ്സ് ഓഫ് ദ നമ്പർ ഇസ് REVയുടെ വാല്യൂ എത്ര കിട്ടിയിട്ടുണ്ട്? 121. അപ്പം റിവേഴ്സ് 121 പ്രിൻറ്റ് ചെയ്യും. ഇനി ഇവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്? n ഇസ് ഈക്വൽ ടു റിവേഴ്സ്. n എത്ര? 121 ഈക്വൽ ടു റിവേഴ്സ് എത്ര? 121. രണ്ടും സെയിം ആണ്. അതുകൊണ്ട് എന്ത് പ്രിൻറ്റ് ചെയ്യും? ദ നമ്പർ ഇസ് പാലിൻഡ്രോം എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇനി നമ്മൾ എൻട്രി ചെയ്യുന്ന നമ്പർ ഫോർ എക്സാമ്പിൾ 145 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മിൻ്റെ വാല്യൂ 145. അത് താൽക്കാലികമായിട്ട് എണ്ണിൽ സ്റ്റോർ ചെയ്യുന്നു. നമ്മിൻ്റെ വാല്യൂ 145 ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഡിജിറ്റ് ഇസ് ഈക്വൽ ടു 145% 10. റിമൈൻഡർ എത്ര കിട്ടും? 5. റിവേഴ്സ് ഇൻറ്റു 10. ആദ്യമേ ഇനീഷ്യൽ റിവേഴ്സിൻ്റെ വാല്യൂ എത്ര? 0 ഇൻറ്റു 10 എത്ര? 0 പ്ലസ് 5 കിട്ടി. നം സ്ലാഷ് 10 145 ഡിവൈഡഡ് ബൈ 10 കോഷ്യൻ്റ് 14. അപ്പോൾ 14 ഗ്രേറ്റർ ദാൻ 0 ആണ്. ആയതുകൊണ്ട് വീണ്ടും ഈ 3 സ്റ്റെപ്പ് ചെയ്യണം. ഇനി 14% 10. അപ്പോൾ റിമൈൻഡർ 4. റിവേഴ്സ് ഇൻറ്റു 10. ഇപ്പോഴത്തെ റിവേഴ്സിൻ്റെ വാല്യൂ 5 ആണ്. 5 ഇൻറ്റു 10 50 പ്ലസ് ഡിജിറ്റ് 4. അപ്പോൾ 54 കിട്ടി. ഇനി നം ഇസ് ഈക്വൽ ടു ഇപ്പോഴത്തെ നമ്മിൻ്റെ വാല്യൂ എത്ര? 14 ഡിവൈഡഡ് ബൈ 10 കോഷ്യൻ്റ് എടുക്കുന്നു 1. അപ്പം 1 ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ. നം ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് വീണ്ടും ഈ സ്റ്റെപ്പ് ചെയ്യണം. അപ്പോൾ 1% 10 ചെയ്യണം. അപ്പോൾ റിമൈൻഡർ 1 ആണ്. റിവേഴ്സ് ഇൻറ്റു ഇപ്പോഴത്തെ റിവേഴ്സ് എത്ര? 54 ഇൻറ്റു 10 പ്ലസ് ഡിജിറ്റ് എത്ര? 1. അപ്പോൾ 54 ഇൻറ്റു 10 540 പ്ലസ് 1 541. ഇനി നം സ്ലാഷ് 10. നമ്മിൻ്റെ വാല്യൂ എത്ര? 1/10. അപ്പോൾ എത്ര കിട്ടി? 0 ആണ് കോഷ്യൻ്റ്. അപ്പോൾ നം ഗ്രേറ്റർ ദാൻ 0 ആണോ? ഇനി 0 ഗ്രേറ്റർ ദാൻ 0 അല്ല. അല്ലാത്തതുകൊണ്ട് എന്ത് പ്രിൻറ്റ് ചെയ്യും? റിവേഴ്സ് പ്രിൻറ്റ് ചെയ്യും. റിവേഴ്സ് എത്ര പ്രിൻറ്റ് ചെയ്യുന്നത്? 541. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് എന്താ? റിവേഴ്സ് ഈക്വൽ ടു n ആണോ എന്നല്ലേ? റിവേഴ്സ് എത്ര? 541 ഈക്വൽ ടു 145. എന്നിൻ്റെ വാല്യൂ 145 അല്ലേ? രണ്ടും ഈക്വൽ അല്ലല്ലോ. അപ്പോൾ എന്ത് പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും? ദ നമ്പർ ഇസ് നോട്ട് എ പാലിൻഡ്രോം എന്ന് പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പോസിറ്റീവ് നമ്പർ, ഒരു ഫുൾ പോസിറ്റീവ് നമ്പറാണ് എൻട്രി ചെയ്യുന്നത്. 121 അല്ലെങ്കിൽ 145 അല്ലെങ്കിൽ 111 കൊടുത്താൽ 111 തിരിച്ചിട്ടാലും 111 തന്നെയാണ്. സോ ഇറ്റ് വിൽ ബി എ പാലിൻഡ്രോം നമ്പർ. 145 കൊടുത്താൽ തിരിച്ചിട്ടാൽ 541. അപ്പോൾ അത് പാലിൻഡ്രോം അല്ല. അപ്പോൾ അതായിരിക്കും ഔട്ട്പുട്ട്. ഓക്കെ, താങ്ക് യു.